അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേർ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഏറ്റവും ലളിതമായി അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത്. കൃത്യമായി ശ്രദ്ധിക്കണം. പ്രധാനമായും ഫർദ് കുളി, ആ കുളിയുടെ കൃത്യമായ രൂപവും അതിൻ്റെ നിയത്തുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അതായത് ആർത്തവം, നിഫാസ് തുടങ്ങിയ കാരണങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ജനാപത്ത് കാരണം കൊണ്ടോ കുളിക്കും. അങ്ങനെ കുളിക്കുമ്പോൾ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത്, അവയുടെ കൃത്യമായ രൂപം, അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ഒന്ന്, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തരാം. പലപ്പോഴും പല ആളുകൾക്കും ഉണ്ടാകുന്ന സംശയമാണ്, അങ്ങനെ ചെയ്താൽ കുളിക്കണോ, ഇങ്ങനെ ചെയ്താൽ കുളിക്കണോ എന്നുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ ആ സംശയങ്ങളൊക്കെ മാറിക്കിട്ടുന്ന രൂപത്തിൽ ഏറ്റവും ലളിതമായി ഇതിനുള്ള ഉത്തരം ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാം. മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരും. അതായത് ഒരുപാട് പേർ എന്നോട് വളരെ പ്രയാസത്തോടെ എന്നെ സമീപിച്ച കാര്യമാണ്. അതായത് വസ്വാസ് കാരണം കുളിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുളിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വെറുതെ എല്ലാ സമയവും കുളിച്ചു പോകുന്നുണ്ട്, ഒരുപാട് സമയം എടുക്കുന്നുണ്ട്, ഇതിനൊക്കെ ഒരു പരിഹാരം പറഞ്ഞു തരുമോ എന്നുള്ളത്. അങ്ങനെയുള്ളവരൊക്കെ ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞു തരും. മാത്രമല്ല, വിശുദ്ധമായ റമദാൻ മാസത്തിലാകുമ്പോൾ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കും. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കുന്നവരുണ്ടാകും, സുന്നത്തായ നോമ്പുകളൊക്കെ. റമദാൻ മാസത്തിൽ ഏതായാലും ഫറദായ നോമ്പ് അനുഷ്ഠിക്കുമല്ലോ. അങ്ങനെയാവുമ്പോൾ ഈ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് പകൽ സമയത്ത് കുളിക്കാൻ പറ്റുമോ? അങ്ങനെ കുളിക്കുമ്പോൾ നമ്മുടെ ചെവിയുടെ അകത്തോ മറ്റോ വെള്ളം പോയാൽ നോമ്പ് മുറിയുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ നോമ്പ് കാലത്ത് ഫറദായ കുളി കുളിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, നോമ്പ് കാലത്ത് മറ്റു കുളി കുളിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ മനസ്സിലെ ഒരുപാട് സംശയങ്ങൾ മാറിക്കിട്ടാൻ ഇത് ഏറെ ഉപകാരപ്പെടും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാണ്, നിങ്ങൾ ഈ വീഡിയോ കാണണം. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും എനിക്ക് ഈ വിഷയങ്ങളൊക്കെ അറിയാമെന്ന്. നിങ്ങളിത് കണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കറിയാത്തതുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയുന്നത് തന്നെയാണെങ്കിലും നല്ല കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ കണ്ട് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. നേരത്തെ പല വീഡിയോകളിലായി നമ്മൾ ചെയ്തു പോരുന്നത് പോലെ ലളിതമായ ഒരു ചോദ്യം കൂടി ഇതിൽ ചോദിക്കും. അതിനുള്ള ഉത്തരം താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെ കമൻറ്റ് രേഖപ്പെടുത്തുമ്പോൾ ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിജയമായിട്ട് പ്രഖ്യാപിക്കുകയും അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട വിജയിക്ക് പ്രത്യേകമായ അനുമോദനവും അതുപോലെ സമ്മാനമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആദ്യം നമ്മളിന്ന് സംസാരിക്കുന്നത് ഫർദ് കുളിനെ പറ്റിയിട്ടാണല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ചെറിയ രൂപത്തിലൊരു ഇൻട്രഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അതായത് നമ്മൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങുമ്പോഴൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഷർത്താണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം. ഇവിടെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകണം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് അശുദ്ധി ഉള്ളത്. ഒന്ന് വലിയ അശുദ്ധി, മറ്റൊന്ന് ചെറിയ അശുദ്ധി. ചെറിയ ശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഉളൂ ചെയ്യുന്നത്. എന്നാൽ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ് കുളിക്കുന്നത്. അപ്പോൾ കുളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാൾ ഫർളായ കുളിക്കുന്നത് വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വിഷയം പറയുമ്പോൾ എപ്പോഴൊക്കെയാണ് ഒരാൾക്ക് കുളിക്കൽ നിർബന്ധമായി വരിക എന്നുള്ളത് ആദ്യം പറയാം. അതായത് 6 കാരണങ്ങളെ കൊണ്ട് കുളി നിർബന്ധമാകും. ഒരാൾക്ക് 6 കാരണങ്ങൾ, ഈ പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാരണമുണ്ടായാൽ അവൻ കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിൽ ഒന്നാമത്തത് മനി പുറപ്പെടലാണ്. മനി എന്ന് വെച്ചാൽ ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളി നിർബന്ധമാകും. അപ്പോൾ ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളി നിർബന്ധമാകും എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അവിടെ സംശയമുണ്ടാകും, ഇത് വദിയാണോ മതിയാണോ അല്ല ഇന്ദ്രിയമാണോ മനിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? മനി പുറപ്പെട്ടാൽ മാത്രമാണ് കുളിക്കേണ്ടത്, മതിയൊന്നും വന്നാൽ കുളിക്കേണ്ട. അവിടെ മതിയൊക്കെ വന്നാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവിടെ വൃത്തിയാക്കി ആ ഭാഗം ഒന്ന് കഴുകിയാൽ മാത്രം മതി. അതായത് അവിടെ ഒന്ന് അതിനെ കഴുകി ഒന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി, കുളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഉളൂ ചെയ്ത് നിസ്കരിക്കാം. എന്നാൽ മനി പുറപ്പെട്ടാൽ കുളിക്കണം. അപ്പോൾ ഈ പുറപ്പെട്ടത് മനിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് 3 കാര്യങ്ങളുണ്ട്, 3 അടയാളങ്ങളെ കൊണ്ട് അത് നമുക്കറിയാൻ പറ്റും. അതിൽ ഒന്നാമത്തത്, മനിയാണ് പുറപ്പെട്ടതെങ്കിൽ അത് ഒരൽപ്പം തട്ടി എന്ന രൂപത്തിലായിരിക്കും പുറപ്പെടാം. മറ്റൊന്ന്, ഈ മനിയെ പുറപ്പെട്ടതാണെങ്കിൽ അത് ഒരു പ്രത്യേകമായ വികാരം അങ്ങേറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ്, പ്രത്യേകം ഒരു സുഖം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് മനി പുറപ്പെടാം. മറ്റൊന്ന്, ഈ മനിയെ
ഉണങ്ങിയ സമയത്ത് മുട്ടയുടെ വെള്ള അതിൻ്റെ മണവും പച്ചയുള്ള സമയത്ത് ഗോതമ്പ് മാവിൻ്റെ മണവും ഈ മനീനിക്കുണ്ടാവുക. ഈ അടയാളങ്ങളെ കൊണ്ട് നമുക്ക് മനിയാണെന്ന് തിരിച്ചറിയാൻ പറ്റും. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി ഇങ്ങനെ ഒരാൾക്ക് തീരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല, അവൻ എത്ര ആലോചിച്ചിട്ടും ഇത് മനിയാണോ മതിയാണോ എന്ന് അവനിക്ക് വേർപിരിച്ചറിയാനേ പറ്റുന്നില്ല, അങ്ങനെ നോക്കിയാലും അവനിക്ക് പറ്റുന്നില്ല. അത്തരമൊരു സാഹചര്യം വന്നാൽ അവർ ചെയ്യേണ്ടത്, അവൻ ഏതായാലും ഇങ്ങനെ കൃത്യമായി ആലോചിച്ച് ഒന്നിലവൻ പിടിക്കുക. ഇത് മനിയാണെന്ന് അവൻ പിടിക്കുകയാണെങ്കിൽ പിന്നെ അവൻ പോയി കുളിച്ച് വൃത്തിയാകുക എന്നുള്ളത് നിർബന്ധമാണ്. ഇത് മതിയാണ് എന്നുള്ള നിഗമനത്തിൽ അവൻ എത്തിയാൽ പിന്നെ അവനിക്ക് കുളിക്കേണ്ടതില്ല, അവിടെ വൃത്തിയാക്കിയിട്ട് ഉളൂ ചെയ്ത് നിസ്കരിക്കാവുന്നതാണ്. ആവശ്യം ശ്രദ്ധിക്കാം. അപ്പോൾ കുളി നിർബന്ധമാകുന്ന ഒന്നാമത്തെ കാര്യമാണ് മനി പുറപ്പെടുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ് ഫർജിലേക്ക് ഹഷ്ഫ പ്രവേശിക്കുക എന്നുള്ളത്. അതായത് നമുക്കറിയാം സംയോഗം ചെയ്യുക, ഇവയൊക്കെ കൊണ്ട് കുളി നിർബന്ധമാകും. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഹൈദ് നമുക്കറിയാം ആർത്തവം. അതായത് ഒരു സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്ന് പ്രധാനമായും 3 തരം രക്തമാണ് പുറപ്പെടുക. ഒന്ന് ഹൈദ്, മറ്റൊന്ന് നിഫാസ്, മറ്റൊന്ന് ഇസ്തിഹാലത്തിൻ്റെ രക്തം എന്നാണ് പറയാം. അപ്പോൾ ഹൈദ് രക്തം, ആർത്തവം, ഇംഗ്ലീഷിൽ മെൻസസ് എന്നൊക്കെ പറയും. അങ്ങനെ ഹൈദ് രക്തം വന്നാൽ കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അത് ഹൈദിൻ്റെ ആ രക്തം ബ്ലീഡിങ് കഴിഞ്ഞതിന് ശേഷമാണ് കുളിക്കേണ്ടത്. അപ്പോൾ ഈ ഹൈദ് ഏറ്റവും ചുരുങ്ങിയതൊരു ദിവസമാണ്. അതായത് ഒരു ദിവസമെങ്കിലും സാധാരണ ഉണ്ടാവും. അപ്പോൾ സ്പോട്ടിന് ഒറ്റ ടൈമിൽ മാത്രം വരികയാണെങ്കിൽ അത് ഹൈദാവില്ല. ഹൈദ് സാധാരണ ഒരു ദിവസം എന്ന് പറയപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ ഹൈദ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു 6-7 ദിവസങ്ങളാണ്, സാധാരണഗതിയിൽ 6-7 ദിവസങ്ങളാണ് ഹൈദ് ഉണ്ടാവുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസമാണ്, സാധാരണ കാണുക 6-7 ദിവസങ്ങളിലായിട്ടാണ്. മാക്സിമം പോയാൽ അത് 15 ദിവസങ്ങളാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 15 ദിവസങ്ങൾ ഒരു പെണ്ണിനിക്ക് ഹൈദ് ഉണ്ടാവാം. അപ്പോൾ ഒരു ഹൈദ് വന്ന് അവസാനിച്ചിട്ട് അടുത്ത ഹൈദ് സ്റ്റാർട്ട് ചെയ്യാൻ 15 ദിവസത്തെ ഗ്യാപ്പെങ്കിലും ഉണ്ടാവും. ആവശ്യം കൂടി ശ്രദ്ധിക്കുക. ഹൈദ് രക്തം പുറപ്പെട്ട് അത് നിന്നാൽ കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അടുത്ത വിഷയമാണ് നിഫാസ്. സ്ത്രീയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു രക്തമാണ് നിഫാസ്. അപ്പോൾ നിഫാസ് രക്തം വന്ന് അവസാനിക്കുമ്പോഴും കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ കുളി നിർബന്ധമാകുന്ന 4ാമത്തെ കാര്യമാണ് നിഫാസ്. നിഫാസ് എന്ന് വെച്ചാൽ പ്രസവാനന്തരം സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തെയാണ് നിഫാസ് എന്ന് പറയാം. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞ ഒരു പെണ്ണ് ഏറ്റവും ചുരുങ്ങിയത് നിഫാസ് 1 സെക്കൻഡ് സമയം, അതായത് ഒറ്റ തവണ മാത്രം ബ്ലീഡിങ് ഉണ്ടായിട്ട് നിഫാസ് അവസാനിക്കാം. സാധാരണ നിഫാസ് ഉണ്ടാവാൻ 40 ദിവസങ്ങളാണ്, അധികരിച്ചാൽ 60 ദിവസങ്ങളാണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ സാധാരണ ഈ പ്രസവിച്ച സ്ത്രീകളൊക്കെ 40 ദിവസം കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി പോകാറുണ്ട്. എന്നാൽ 40ൻ്റെ ദിവസം പ്രത്യേകമായ ഫംഗ്ഷനോ കുളിയോ എന്തുവാണെങ്കിലും ഉണ്ടായിക്കോട്ടെ, പക്ഷേ എല്ലാ സ്ത്രീകൾക്കും ചിലപ്പോൾ 40 ദിവസം ഉണ്ടാകണമെന്നില്ല. ചില സ്ത്രീകൾക്ക് ഇത് 60 ദിവസം വരെ ഉണ്ടാകാം. മാക്സിമം ഇത് 60 ദിവസം ഉണ്ടാകാം. ഇപ്പോൾ ഈ 60 ദിവസം ഉണ്ടെങ്കിൽ ഈ 40ൻ്റെയും, അതായത് 60 ദിവസം ഈ നിഫാസിൻ്റെ ബ്ലീഡിങ് വരുന്ന ആളുകൾ ഈ 60ാമത്തെ ദിവസം വരെ അവർ നിസ്കരിക്കേണ്ടതൊന്നുമില്ല. അവർ ചെയ്യേണ്ടത് ഈ 60ാമത്തെ ദിവസമാണ്. അതായത് ഈ നിഫാസ് രക്തം അവസാനിച്ചാലാണ് അവർ ഫർളായ കുളി കുളിക്കേണ്ടത്, നിഫാസിൻ്റെ കുളി കുളിക്കേണ്ടത്. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി അതല്ല, ചില സ്ത്രീകൾക്ക് നേരത്തെ അവസാനിച്ചിട്ടുണ്ടാകാം, ആ സ്പോട്ട് പെട്ടെന്ന് തന്നെ അവസാനിച്ചിട്ടുണ്ടാകാം. അങ്ങനെ പെട്ടെന്ന് തന്നെ അവസാനിച്ച ആളുകളാണെങ്കിൽ ആ സമയം മുതൽ തന്നെ കുളിച്ച് വൃത്തിയായിട്ട് നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കണം. ആവശ്യം ശ്രദ്ധിക്കാം. ഈ 40 ദിവസം എന്നുള്ളത് സാധാരണ 40 ദിവസമാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പ്രസവാനന്തരം പുറപ്പെടുന്ന രക്തത്തിനിക്കാണ് നിഫാസ് എന്ന് പറയുന്നത്. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി കുളിക്കാനുള്ള 5ാമത്തെ കാരണമാണ് വിലാദത്ത്, പ്രസവിക്കുക. അപ്പോൾ പ്രസവിച്ചാൽ കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി 6ാമത്തെ കാരണമാണ് ഷഹീദല്ലാത്ത ഒരു മുസ്ലിം മരണപ്പെടാം. അതായത് ഷഹീദ് എന്ന രൂപത്തിൽ മരണപ്പെട്ടാൽ പിന്നെ ആ മയ്യത്തിന് കുളിപ്പിക്കേണ്ടതില്ല. ഷഹീദല്ലാത്ത രൂപത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ മേലിൽ നിർബന്ധമാണ്. ആവശ്യം ശ്രദ്ധിക്കുക. നമുക്കറിയാം മയ്യത്തിൻ്റെ മേലിൽ 4 കാര്യങ്ങൾ പ്രധാനമായും ചെയ്യൽ നിർബന്ധമാകും. അതിൽ ഒന്നാണ് മയ്യത്തിനെ കുളിപ്പിക്കുക, മറ്റൊന്ന് മയ്യത്തിന് കഫൻ ചെയ്യുക, മയ്യത്തിന് നിസ്കാരം നിർവഹിക്കുക, മയ്യത്തിന് മറവ് ചെയ്യുക. അപ്പോൾ ഷഹീദല്ലാത്ത രൂപത്തിൽ മരണപ്പെട്ട മയ്യത്താണെങ്കിൽ അവിടെ മയ്യത്തിനെ കുളിപ്പിക്കണം. ഷഹീദാണെങ്കിൽ കുളിപ്പിക്കേണ്ടതില്ല. ഇതാണ് കുളി നിർബന്ധമാകുന്ന വിഷയങ്ങൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ കൊണ്ട് കുളി നിർബന്ധമാകും. കുളിക്കുമ്പോൾ 2 ഫർളുകളാണ് കുളിക്കിനിക്കുള്ളത്. കുളിക്ക് 2 ഫർളുകളാണ് ഉള്ളത്. കുളിയിലെ ഷർത്ത്, നമ്മൾ ഉളൂവിൻ്റെ ഷർത്തുകൾ പറഞ്ഞ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒന്ന്, വെള്ളം തഹൂറായിരിക്കണം, അതായത് തഹൂറായ വെള്ളമായിരിക്കണം. അതായത് സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിനിക്കാണ് തഹൂറായ വെള്ളം എന്ന് പറയാം.
അതുപോലെ വെള്ളം ഫർദിൽ ഉപയോഗിക്കപ്പെടാത്തതായിരിക്കണം. അതായത് ഒരു തവണ ഫർദിൽ ഉപയോഗിച്ചു, ഒരു തവണ ഉപയോഗിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഒരു തവണ കുളിച്ചു, അതായത് കുളിക്കുമ്പോൾ നമ്മൾ ആദ്യം നിയത്തോടെ കൂടെ വെള്ളം കോരിയെടുത്തു, ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ ഒലിഞ്ഞു പോയി, ഇനി മറ്റൊരു പാത്രത്തിലേക്ക് അത് എത്തിപ്പോയാൽ പിന്നെ ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല, ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല. പക്ഷേ നമ്മൾ പള്ളിയിൽ ഹൗദിലൊക്കെ നിങ്ങൾക്ക് ആ സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മൾ മുഖം കഴുകാൻ വേണ്ടി ഹൗദിൽ നിന്ന് വെള്ളമെടുത്ത് വീണ്ടും നമ്മൾ മുഖം കഴുകിയിട്ട് ആ വെള്ളം ഹൗദിൽ തന്നെ ചേർന്നാലും പക്ഷേ അത് 2 കുല്ലത്തിനേക്കാളും കൂടുതൽ വെള്ളം അവിടെ ഉണ്ടാകും. അതായത് 191 ലിറ്ററിനേക്കാളും കൂടുതൽ അവിടെ ഉണ്ടാകും ഏകദേശം. അങ്ങനെ ആകുമ്പോൾ അത് പ്രശ്നമാവില്ല. അതേ സമയത്ത് 2 കുല്ലത്തിൽ താഴെ വെള്ളമാണെങ്കിൽ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളം എത്തിച്ചേരലോട് കൂടെ അത് മുസ്തഅ്മലി എന്നുള്ള രൂപത്തിലേക്ക് മാറും, ഫർദിൽ ഉപയോഗിക്കപ്പെട്ടതായിട്ട് മാറും. അത്തരം വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല. അപ്പോൾ ഇതൊക്കെ നേരത്തെ ഉളുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കുളിയിലും ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഇനി അതേപോലെ തന്നെ വെള്ളത്തെ പകർച്ചയാക്കുന്നവ ഇല്ലാതിരിക്കണം, വെള്ളം ചേരുന്നതിനെ തൊട്ട് തടയുന്ന അവയവങ്ങൾ ഇല്ലാതിരിക്കണം. ഇതൊക്കെ കുളിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇനി കുളിയിൽ നിർബന്ധമായ കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തത് നിയത്താണ്, രണ്ടാമത്തത് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ്. അപ്പോൾ ആദ്യം നമ്മൾ നിയത്തോടെ കൂടെ കുളിക്കും. എങ്ങനെയാണ് നിയത്ത് വെക്കുക കുളിക്കുമ്പോൾ? കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു. ഈ നിയത്ത് എല്ലാ ഫർദ് കുളിക്കും നമുക്ക് നിയത്ത് വെക്കാം. അത് നമ്മൾ ജനാബത്തിൻ്റെ ഘട്ടത്തിലോ അല്ലെങ്കിൽ മറ്റു ഫർദ് കുളിക്കൊക്കെ കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് കുളിക്കാം. അപ്പോൾ ഒന്നാമത്തത് നിയത്താണ്. ശരീരം വെള്ളം ഒലിപ്പിക്കുന്ന ഘട്ടത്തിൽ, ഇപ്പോൾ ഷവറിലൊക്കെ കുളിക്കുന്ന ഘട്ടമാണെങ്കിൽ ആ വെള്ളം എത്തിച്ചേരുന്ന ആ ഘട്ടത്തിലായിട്ടാണ് നമ്മൾ നിയത്ത് കരുതേണ്ടത്. കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് നമുക്ക് കുളിക്കാം. നിയത്തിന് മറ്റു രൂപമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹൈലിൻ്റെതാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെയൊക്കെ നിയത്തിന് രൂപമൊക്കെ ഉണ്ട്. ഒരു രൂപ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കുളി എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു. അപ്പോൾ ഈ രൂപം വെച്ചിട്ട് നമുക്ക് കുളിക്കാം, ഈ നിയത്ത് വെച്ചിട്ട് കുളിക്കാം. അപ്പോൾ കുളിയുടെ ഒന്നാമത്തെ ഫർദാണ് നിയത്ത് എന്നുള്ളത്. രണ്ടാമത്തെ ഫർദ് എന്നാണ് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ശരീരം മുഴുവനും വെള്ളം എത്തിനി എന്നുള്ള ഒരു ധാരണ നമുക്ക് വേണം. ചില ആളുകൾക്ക് എത്ര കുളിച്ചാലും ശരിയാകില്ല എന്നുള്ളൊരു പേടിയായിരിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുളിച്ചിട്ട് നമ്മുടെ ശരീരം മുഴുവൻ വെള്ളം എത്തിനി എന്നുള്ള ഒരു മികച്ച ഭാവന നമുക്കുണ്ടെങ്കിൽ അത് മതി, നമ്മൾ അതിൽ നിർത്താം. അങ്ങനെ ചെയ്യാം, ആവശ്യം ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മൾ കുളിക്കുമ്പോൾ ശരീരത്തിൻ്റെ മാക്സിമം ഭാഗത്തേക്കും നമ്മൾ വെള്ളം എത്തിക്കാനുള്ള ശ്രമം നടത്താം. അപ്പോൾ രണ്ടാമത്തെ കുളിയുടെ ഫർദാണ് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ നിയത്തോടെ കൂടെ ആദ്യം നമ്മുടെ തലഭാഗത്തോടെ, പിന്നെ വലത് ഭാഗത്തിലേക്കായിട്ട്, പിന്നെ ഇടത് ഭാഗത്തിലേക്കായിട്ട് കുളിക്കാം. ഇങ്ങനെ കുളിക്കുമ്പോൾ പിന്നെ ശരീരം മുഴുവനും അത് വെള്ളം എത്തുന്ന രൂപത്തിലായിട്ട് എത്തണം. അതായത് തഹൂറായ വെള്ളം ഒരു തവണയെങ്കിലും ശരീരം മുഴുവനും എത്തണം, ആ രൂപത്തിൽ ശ്രദ്ധിക്കുക. ഇനി ഈ തലയിലെത്തിയ വെള്ളത്തിനെ അത് അപ്പുറമൊന്നും തെറിക്കാതെ നമ്മുടെ ശരീരത്തിലെ എന്നെ മുഖത്തിലൂടെയൊക്കെ ആയിട്ട് താഴോട്ട് വന്നാൽ, അപ്പോൾ ഈ തലയിലെത്തിയ ഇതേ വെള്ളമാണ് മുഖത്തിലൊക്കെ വരുന്നത്. എന്നാൽ അത് പ്രശ്നമല്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറിയാലാണ് ആ വെള്ളം പിന്നെ ഫർദിൽ ഉപയോഗിക്കപ്പെട്ടായി അടുത്തതായി നമുക്ക് ഉപയോഗിക്കപ്പെടാൻ പറ്റാതെ വരിക. അതായത് നമ്മളിപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം കോരി കുളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴും വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ഈ കുളിക്കുമ്പോൾ അതായത് ആദ്യം ഒരു കപ്പ് എടുത്ത് നമ്മൾ തലയിൽ വെള്ളം ഒലിക്കുമല്ലോ, ആ ഒലിച്ച വെള്ളം രണ്ടാമത് ബക്കറ്റിലേക്ക് തന്നെ തെറിച്ചു പോകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആവശ്യം ശ്രദ്ധിക്കാം. അപ്പോൾ കുളിയുടെ 2 ഫർദുകളാണുള്ളത്. ഒന്ന് നിയത്താണ്, രണ്ടാമത്തത് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ്. ഇനി ഈ കുളിക്കുമ്പോൾ ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളായിട്ട് വരും. ഇതിനു മുമ്പ് വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, നേരത്തെ ഹൈദും നിഫാസൊക്കെ പറഞ്ഞ ഘട്ടത്തിൽ മൂന്നാമതൊരു വിഷയം പറഞ്ഞു, ഞാൻ ഇസ്തിഹാദത്ത് പറഞ്ഞു. ഇസ്തിഹാദത്ത് എന്ന് വെച്ചാൽ രോഗരക്തമാണ്. അതായത് ഹൈദിൻ്റെയും നിഫാസിൻ്റെയും അല്ലാത്ത ഘട്ടത്തിൽ നിന്ന് സ്ത്രീകളുടെ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിനിക്കാണ് ഇസ്തിഹാദത്ത് എന്ന് പറയാം. അത് രോഗരക്തമാണ്. അപ്പോൾ ഇസ്തിഹാദത്തിൻ്റെ രക്തം വന്നാൽ ഇവിടെ നിസ്കാരങ്ങൾ കാര്യങ്ങളൊക്കെ പോയും ചെയ്യണം. ഇസ്തിഹാദത്തിൻ്റെ രക്തമാണെങ്കിൽ അത് നിത്യശുദ്ധിക്കാരാണ്. അപ്പോൾ നിത്യശുദ്ധിക്കാരാണെങ്കിൽ അവർ ചെയ്യേണ്ട വിഷയം എന്ന് വെച്ചാൽ, ആ ഭാഗം ഇപ്പോൾ അതാത് സമയം, ഇപ്പോൾ ലുഹുറാണെങ്കിൽ ലുഹുറിൻ്റെ സമയത്ത്, അസറാണെങ്കിൽ അസറിൻ്റെ സമയത്ത് അതാത് ബാങ്ക് കൊടുത്തതിന് ശേഷം ആ ഭാഗം ഒന്ന് വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും പഞ്ഞ് പോലത്തത് അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഉളൂ ചെയ്ത് നിസ്കരിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഫർളായ നിസ്കാരം ഒരു ഉളൂ കൊണ്ട് ഒരു ഫർളായ നിസ്കാരം മാത്രമേ പറ്റൂ. സുന്നത്ത് ഒന്നിലധികവും നിസ്കരിക്കാവുന്നതാണ്. മാത്രമല്ല ഓരോ നിസ്കാരങ്ങൾക്കും അതാത് നിസ്കാരങ്ങളുടെ സമയം പ്രവേശിച്ചതിന് ശേഷമാണ് അവർ ഉളൂ ചെയ്ത് നിസ്കരിക്കേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇസ്തിഹാദത്തുള്ള ആളുകളാണെങ്കിൽ. ഇനി ഇസ്തിഹാദത്തുമായി ബന്ധപ്പെട്ട് അതിൽ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള വിഷയങ്ങളൊക്കെ നേരത്തെ ചില വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പറ്റുമെങ്കിൽ ആ വീഡിയോയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ കൊടുക്കാം. ഇനി കുളിയുടെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അതിൽ ഒന്ന്, കുളിക്കുന്നതിന് മുമ്പായിട്ട് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി, മൂത്രമൊഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊരു സുന്നത്താണ്.
അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് വെച്ചാൽ അവിടെയൊക്കെയുള്ള അഴുക്കുകൾ മാറാനൊക്കെ അതൊരു കാരണമായിട്ട് മാറും. രണ്ടാമത്തത് കിബിലയിലേക്ക് മുന്നിട്ട് കുളിക്കാൻ പറ്റുന്ന ആളുകൾ അങ്ങനെ കുളിക്കാം. അതുപോലെ തന്നെ ആയിട്ട് ശ്രദ്ധിക്കുക, ഈ മതി പോലത്തെ ഈ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിട്ട് ഇതുപോലത്തെ മാലിന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കളയാം. അതും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പിന്നെ ഈ കുളിയുടെ തുടക്കത്തിൽ തന്നെ നല്ല കാമിലായ പരിപൂർണമായ ഉളൂ ചെയ്യുക, അതും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതിന് ഒരാൾ തുടക്കത്തിൽ ഉളൂ ചെയ്തിട്ടില്ല എങ്കിൽ കുളിയുടെ മധ്യഭാഗത്തിലായിട്ടെങ്കിലും ഉളൂ ചെയ്യാം. ഇനി മധ്യഭാഗത്തിനും ഉളൂ ചെയ്തിട്ടില്ല എങ്കിൽ ഈ കുളിയുടെ അവസാന ഭാഗത്തായിട്ടെങ്കിലും ഉളൂ ചെയ്യുക, ആവശ്യം കൂടി ശ്രദ്ധിക്കുക. ഇനി ഒട്ടിച്ചൊളിഞ്ഞ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, കുളിക്കുമ്പോൾ അനാവശ്യമായ സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക, അത് പ്രധാനമായും ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ കുളിക്കുന്നതിന് മുമ്പായിട്ട്, അതായത് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഈ ആർത്തവത്തിൻ്റെ ഘട്ടത്തിലാണെങ്കിലും നിഫാസിൻ്റെ ഘട്ടത്തിലാണെങ്കിലും അല്ലെങ്കിൽ ജനാബത്തുള്ളവരാണെങ്കിലൊക്കെ ഈ കുളിക്കുന്നതിന് മുമ്പായിട്ട് ശരീരത്തിലെ നഖങ്ങൾ, മുടികൾ ഇവയൊന്ന് നീക്കം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫർളായ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവ നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തുക. കുളിക്കുന്നതിന് മുമ്പായിട്ട് ഇവ നീക്കം ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇപ്പോൾ ആർത്തവത്തിൻ്റെ ഒക്കെ ഘട്ടത്തിൽ സ്ത്രീകൾ മുടിയും അതേപോലെ തന്നെ ഇങ്ങനെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഇതുപോലത്തെ മുടികൾ കാര്യങ്ങളൊന്നും നീക്കം ചെയ്യാൻ നിൽക്കരുത്. അതൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷമാണ് നീക്കം ചെയ്യേണ്ടത്. എന്നാൽ അതേസമയത്ത് ചിലപ്പോൾ തലയിൽ നിന്നൊക്കെ മുടികൾ അറിയാതെ കൊഴിഞ്ഞു പോകുന്നുണ്ടാകും. അങ്ങനെ മുടികളൊക്കെ കൊഴിഞ്ഞു പോയാൽ അല്ലെങ്കിൽ നഖങ്ങളൊക്കെ കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ എടുത്തതാണെങ്കിലും കൊഴിഞ്ഞു പോയതാണെങ്കിലൊക്കെ എന്താണ് അതിന് ചെയ്യേണ്ടത്? സ്ത്രീകളാണെങ്കിൽ മാക്സിമം അവർ ഏതെങ്കിലും ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കി അതിലേക്ക് അവർ മൂടാം, എന്നിട്ട് മണ്ണിടാം, ചെറിയൊരു കുഴി. അതേപോലെ പുരുഷന്മാർക്കും നല്ലത് അങ്ങനെ തന്നെ ചെയ്യലാണ്. അതായത് നമ്മുടെ ഔറത്ത് അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്ത് കാണാൻ പറ്റാത്ത രൂപത്തിൽ അതിനെ സംസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ആവശ്യം ശ്രദ്ധിക്കുക. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ നോമ്പ് കാലത്ത് ഇങ്ങനെ കുളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, ഫർളായ കുളി നോമ്പ് കാലത്ത് സുബ്ഹിക്ക് മുമ്പ് കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. അതായത് സുബ്ഹി ബാങ്കിന് മുമ്പ് കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. മാക്സിമം സുബ്ഹി ബാങ്കിന് മുമ്പ് തന്നെ കുളിക്കാൻ ശ്രമിക്കണം. അത് ജനാബത്തിൻ്റെ കുളിയാണെങ്കിലും ആർത്തവത്തിൻ്റെ കുളിയാണെങ്കിലും. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും രാത്രി സംയോഗത്തിൽ ഏർപ്പെട്ടാൽ അവർക്ക് കുളിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, നമുക്കറിയാം. അങ്ങനെയാകുമ്പോൾ മാക്സിമം സുബ്ഹിക്ക് മുമ്പ് തന്നെ അവർ കുളിക്കാം. ഇനി കുളിക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് നോമ്പിന് നിയ്യത്തൊക്കെ വെക്കാം, അതിലൊന്നും പ്രശ്നമില്ല. ഇനി നേരത്തെ നോമ്പിന് നിയ്യത്ത് കരുതിയവരാണെങ്കിൽ ഈ സംയോഗത്തിന് ശേഷം രണ്ടാമത് നിയ്യത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതുമാത്രമല്ല, ഒരാൾ കുളിക്കാതെ നോമ്പിൽ പ്രവേശിച്ചു എന്നാൽ ശരിയൊക്കെയാവും, പക്ഷേ നോമ്പ് കാലത്ത് മാക്സിമം സുബ്ഹിക്ക് മുമ്പ് കുളിക്കലാണ് നല്ലത്, പ്രത്യേകിച്ച് ഫർദ് കുളി. ഇനി മറ്റു കുളികളും നേരത്തെ ആക്കുക എന്നുള്ളത് നല്ലതാണ്. അതേ ഫർദല്ലാത്ത സാധാരണ നമ്മൾ കുളിക്കുന്ന കുളിയും നേരത്തെ ആക്കുക എന്നുള്ളത് നല്ലതാണ്. ഇനി ഇതേപോലെ ഈ ആർത്തവമുള്ള ഒരു പെണ്ണിനിക്ക് രാത്രി ആർത്തവം നിന്നു, അതായത് ആർത്തവം മുറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിനിക്ക് അപ്പോൾ തന്നെ നിയത്ത് വെച്ചിട്ട് പിറ്റേ ദിവസത്തെ നോമ്പിന് നിയത്ത് അപ്പോൾ തന്നെ നിയത്ത് വെച്ചിട്ട് അവൾക്ക് അപ്പോൾ തന്നെ നിയത്ത് വെക്കാം. എന്നാലും അവളും മാക്സിമം സുബ്ഹിക്ക് മുമ്പ് കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നോമ്പുമായി ബന്ധപ്പെട്ടിട്ട്. ഇനി സുബ്ഹിക്ക് ശേഷമാണ് കുളിക്കുന്നതെങ്കിലും അവരുടെ നോമ്പ് ശരിയാകും, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ശരിയാകും. പക്ഷെ സുബ്ഹിക്ക് മുമ്പ് കുളിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആവശ്യം ശ്രദ്ധിക്കുക. ഇനി ഇങ്ങനെ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്കോ വെള്ളം പോയാൽ നോമ്പ് മുറിയോ എന്നുള്ളതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, നമുക്കറിയാം നോമ്പ് മുറിയുന്ന 4 കാര്യങ്ങൾ ക്ലിപ്തമാക്കിയിട്ട് അത് നേരത്തെ ഞാനൊരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ 4-മത്തതാണ് തുറക്കപ്പെട്ട അവയവങ്ങളിലേക്കൊന്നും കടക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ മുങ്ങിക്കുളിച്ചു, അത് ഫർളായ കുളി, മുങ്ങിക്കുളിച്ചു, അതുമൂലം ചെവിൻ്റെ അകത്തോ മറ്റോ വെള്ളം പോയാൽ നോമ്പ് മുറിയും. മുങ്ങിയിട്ടല്ല, അല്ലാതെയാണ് കുളിച്ചത് ഫർളായ കുളി അല്ലാതെ കുളിക്കുമ്പോൾ അറിയാതെ പോയി, മാക്സിമം നമ്മൾ സൂക്ഷിക്കണം. പിന്നെ അറിയാതെ പോയെങ്കിൽ അത് നോമ്പിനെ ബാത്തിലാക്കുന്ന കാര്യമല്ല. എന്നാലും നമ്മൾ മാക്സിമം അതിനെ തൊട്ടൊക്കെ സൂക്ഷിക്കണം. ഇനി ഏറ്റവും നല്ലത് എല്ലാവർക്കും സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ സുബ്ഹിക്ക് മുമ്പ് കുളിക്കുക, പ്രത്യേകിച്ച് ഫർളായ കുളിയുള്ള ആളുകൾ സുബ്ഹിക്ക് മുമ്പ് കുളിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് നല്ലത്. ഇനി പകൽ സമയത്ത് ഫർളായ കുളി, അതായത് സുബ്ഹിക്ക് ശേഷം ഫർളായ കുളി കുളിക്കുമ്പോൾ അവർക്ക് എങ്ങാനും ഇത് അകത്തേക്ക് പോയാൽ, അറിയാതെ പോയാൽ അത് നോമ്പിനെ ബാത്തിലാക്കുന്ന വിഷയമല്ല, ആവശ്യം കൂടി ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏകദേശ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ദീർഘിപ്പിക്കുന്നില്ല. ഇനി നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ഒപ്പം ലളിതമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. അതായത് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ ഇത്ര കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഞാൻ ക്ലിപ്തമാക്കി പറഞ്ഞു. അപ്പോൾ എത്ര കാര്യങ്ങളെ കൊണ്ട് കുളി നിർബന്ധമാകും? ഈ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എത്രയാണ്? താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതിന് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റിൽ രേഖപ്പെടുത്തണം. താഴെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ. നിങ്ങളെ പറ്റുമെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ അപ്ഡേഷൻ അതിലും ലഭ്യമാകും. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളോടൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.